Good morning. Good morning. Okay. So, നമ്മള് മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ തുടങ്ങി. അതിൽ നമ്മൾ അബ്രിവേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എത്രയാ? 1 to 10. 10 വരെയുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചാൽ മതി. നമ്മളെല്ലാ അബ്രിവേഷൻസും നമ്മൾ പഠിക്കണ്ട എക്സാമിന് വേണ്ടിയിട്ട് കേട്ടോ. ബാക്കി നിങ്ങളൊന്ന് നമ്മൾ എന്തായാലും എല്ലാം റീഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് അബ്രിവേഷൻസ് സെലക്ട് ചെയ്ത് തരാം. അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ ഇന്നലെ 1 to 10 പറഞ്ഞത് 5 നമ്മൾ പറഞ്ഞായിരുന്നു ABG എന്നുള്ളത്. എന്താ അബ്രിവേറ്റഡ് ഫോം ഏതാ? അബ്രിവേഷൻ ആണ് ABG. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഏതാ? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്. സെക്കൻഡ് നമ്മൾ പറഞ്ഞത് 6 പറഞ്ഞു, AC പറഞ്ഞു. AC എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എക്സ്പാൻഡഡ് ഫോം ആണ് ബിഫോർ മീൽസ്, മീൽസിന് മുന്നേ. പിന്നെ അടുത്തത് നെക്സ്റ്റ് നമ്മൾ 7 പറഞ്ഞത് ACLS, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അപ്പൊ അതിന്റെ എന്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ഒള്ളി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കുന്ന ഈ ഒരു സെക്ഷനിൽ ചോദിക്കുന്നത് അബ്രിവേറ്റഡ് ഫോം എഴുതാനോ അല്ലെങ്കിൽ അബ്രിവേഷൻ തന്നിട്ട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എഴുതാനോ ആണ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് ഈ പറഞ്ഞു പോണത് നമ്മൾ ടിക്ക് ഇടാൻ പറയുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അത് പ്രത്യേകം പഠിക്കുക. ഓക്കെ. ACLS എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എത്രയാ? 10 പറഞ്ഞു. AED പറഞ്ഞു. AED എന്താ? ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, അതാണ് AED എന്ന് പറയുന്നത്. 10th one അല്ലെ? അപ്പൊ അത്രയും നമ്മൾ പറഞ്ഞത് എത്രയാ? 5, 6, 7, 10. ഇത്രയും കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അത് 4 നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് അത് പഠിക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കോട്ടോ. 11. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ കുറെയൊക്കെ നമ്മൾ തന്നെ ഇതിനകത്ത് പല ചാപ്റ്റേഴ്സിലായിട്ട് കുറെ അബ്രിവേറ്റഡ് ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഓക്കെ. ഇനി 11th നോക്കിയേ. AF ആണ്. AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ കേട്ടോ. ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽ അറിയണ്ട എങ്കിലും നമ്മുടെ ഈ ഹാർട്ടിന്റെ റിതം, അതില് ഇറഗുലർ ഹാർട്ട് റിതം, അതിന്റെ ഏട്രിയ എന്ന് പറഞ്ഞ ഹാർട്ടിന്റെ ചേംബറിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഇറഗുലർ ഹാർട്ട് റിതമാണ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് 12 എന്ന് പറഞ്ഞ AIDS ആണ്. ഇത് നിങ്ങൾക്ക് അറിയാം. അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, AIDS. AIDS, അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. നെക്സ്റ്റ് 13ാമത്തെ AK ആണ്. AK, എബോവ് ദ നീ. എബോവ് ദ നീ, AK. 14 AKA, എബോവ് ദ നീ ആംപ്യൂട്ടേഷൻ. ആംപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ മുറിക്കുക എന്നുള്ള മീനിങ്. എബോവ് ദ നീ ആംപ്യൂട്ടേഷൻ. 15 A ലൈൻ. A ലൈൻ എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ ലൈൻ. ആർട്ടീരിയൽ ലൈൻ. A കഴിഞ്ഞിട്ട് ഒരു ചെറിയ വരയിട്ടിട്ട് ലൈനിന് നമ്മൾ ആ ഒരു അബ്രിവേറ്റഡ് ഫോം സൂചിപ്പിക്കുന്നത് ആർട്ടീരിയൽ ലൈൻ. നെക്സ്റ്റ് AMA, എഗണസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. AMA എന്ന് പറഞ്ഞാൽ എന്താ? എഗണസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ടുള്ളത് AMA, എഗണസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നെക്സ്റ്റ് AMB, അത് ഉദ്ദേശിക്കുന്ന ആംബുലേറ്ററി, സ്ഥിരമല്ലാത്ത എന്നുള്ള മീനിങ് ആണ് ആംബുലേറ്ററി. ആംബുലേറ്ററി, AMB, ആംബുലേറ്ററി. നെക്സ്റ്റ് AMI, AMI, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. അക്യൂട്ട്
മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നുവെച്ചാൽ നമ്മള് ഒരു അതിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹാർട്ട് അറ്റാക്ക് എന്നും പറയൂ കേട്ടോ. ഹാർട്ട് മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ഒരു ബ്ലോക്കേജ് ഹാർട്ട് അറ്റാക്ക് എന്നും അതിനെ പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പേജ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ ഏതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓരോ പേജും കഴിയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ടിക്കിടാൻ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോകുക കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞത് AMI ആണ്, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. പിന്നെ നെക്സ്റ്റ് AMS, ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് അപ്പൊ എന്നുവെച്ചാൽ നമ്മുടെ മെന്റൽ ഫങ്ഷൻസിലൊക്കെ ഒരു ചേഞ്ച് വരുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ പെട്ടെന്നൊക്കെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരോടൊക്കെ എന്താ അത് ഉപേക്ഷിക്കാൻ പെട്ടെന്ന് നമ്മള് അത് നിർത്താനൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മെന്റൽ സ്റ്റാറ്റസ് വ്യത്യാസം. അതാണ് ഇവിടെ പറയുന്ന ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്, ചേഞ്ച് ഇൻ ദ മെന്റൽ ഫങ്ഷൻ. നെക്സ്റ്റ് ആണ് ANT. നമ്മൾ നോക്കുക എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ANT, ആന്റീരിയർ, മുൻഭാഗം. ആന്റീരിയർ പാർട്ട് എന്നുള്ളത് മുൻഭാഗം, ആന്റീരിയർ. നെക്സ്റ്റ് ആണ് AOX4, അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ് ഇപ്പൊ നമ്മൾ അതിനകത്ത് അലേർട്ട് ആവുക. ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. പേഴ്സൺ വ്യക്തികളുടെ അതേ സ്ഥലം, ടൈം എന്നിവയിൽ ജാഗ്രതയും അതിനുള്ള ലക്ഷ്യബോധവും. അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. നെക്സ്റ്റ് 22 AP ആണ്. AP ആർട്ടീരിയോ പോസ്റ്റീരിയർ. ആർട്ടീരിയോ പോസ്റ്റീരിയർ, ഫ്രണ്ട് ടു ബാക്ക്, action potential, action potential, angina pectosis, anterior pituitary, arterial pressure. ഇതൊക്കെ AP എന്നുള്ള ഒരു അബ്രിവേറ്റഡ് ഫോം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആൻജിന പെക്ടോസിസ് എന്താ? ഹൃദ്രോഗം. ആൻജിന പെക്ടോസിസ്, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്, ആർട്ടീരിയൽ പ്രഷർ. ഇതെല്ലാം AP എന്നുള്ള ഒരു അബ്രിവേഷൻ സൂചിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് 23 APC ആണ്. APC ആർട്ടീരിയൽ പ്രീമച്വർ കോംപ്ലക്സ്, ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C, ആസ്പിരിൻ, ഫെനാസെറ്റിൻ, പിന്നെ അടുത്താണ് കഫീൻ. ഇതെല്ലാം ഡ്രഗ്സ് ആണ് കേട്ടോ. ഒരു പെയിൻ കില്ലർ ആയിട്ട്, വേദന സംഹാരിയായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഒക്കെയാണ് ആസ്പിരിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ. അപ്പൊ APC എന്ന് പറഞ്ഞ അബ്രിവേറ്റഡ് ഫോം ആണ് APC എന്ന് പറയുന്നത്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാൽ ആർട്ടീരിയൽ പ്രീമച്വർ കോംപ്ലക്സ്, ആക്ടിവേറ്റഡ് പ്രോട്ടീൻ C, ആസ്പിരിൻ, ഫെനാസെറ്റിൻ ആൻഡ് കഫീൻ. നെക്സ്റ്റ് ആണ് AQ. AQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പാൻഡഡ് ഫോം എന്താ? വാട്ടർ. നെക്സ്റ്റ് ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ലങ്സ് ഇങ്ങനെ ഈ എയർ സാക്കൊക്കെ ഫ്ലൂയിഡ് ഒക്കെ വന്ന് ഫില്ല് ചെയ്യുന്ന ഒരു അങ്ങനെ ലങ്സ് സ്വെല്ല് ചെയ്ത് വരുന്ന ഒരവസ്ഥയാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. നെക്സ്റ്റ് ആണ് ASA എന്ന് പറയുന്നത്, ആസ്പിരിൻ. ആസ്പിരിൻ ഇത് നമ്മൾ പറഞ്ഞു പെയിൻ കില്ലർ ആയിട്ട്, വേദന സംഹാരിയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് ആസ്പിരിൻ. നെക്സ്റ്റ് ASAP, as soon as possible, എത്രയും പെട്ടെന്ന്, as soon as possible. ASAP എന്ന് പറയുന്നത് as soon as possible. നെക്സ്റ്റ് ആണ് ASHD. ASHD, arteriosclerotic or arthrosclerotic heart disease. ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിനൊക്കെ ഡാമേജ് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്
arteriosclerotic or arthrosclerotic heart disease. പിന്നെ നെക്സ്റ്റ് 29 A ഒരു ചെറിയൊരു ഡാഷ് ഇട്ടിട്ട് വീണ്ടും തന്നിട്ടുണ്ട്. ആർട്ടീരിയോ വെൻട്രിക്കുലാർ, ആർട്ടീരിയോ വീനസ്. അപ്പൊ അതിനകത്ത് നിന്ന് നിങ്ങൾ ആ ഒരു പേജിൽ നിന്ന് നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഞാൻ നമ്പർ പറയാം കേട്ടോ. 12 AIDS. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, കോമൺ ആയിട്ട് നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് AIDS എന്നുള്ളത്. എയ്ഡ്സ്, അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് 12 പഠിക്കണം. നെക്സ്റ്റ് ആണ് 16, 16 നോക്കിയേ. AMA, എഗ്നസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, എഗ്നസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, മെഡിക്കൽ അഡ്വൈസിന് എതിരായിട്ടുള്ളത്. നെക്സ്റ്റ് 18 AMI, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. നെക്സ്റ്റ് 25 പഠിക്കണം. ARDS, ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. പിന്നെ 28 ASHD, ആർട്ടീരിയോസ്ക്ലീറോട്ടിക് ഓർ ആർത്രോസ്ക്ലീറോട്ടിക് ഹാർട്ട് ഡിസീസ്. ഇത്രയും ഈ 5 എണ്ണം മാത്രം നിങ്ങൾ ആ പേജിൽ നിന്ന് പഠിക്കുക കേട്ടോ. ഒന്നുകൂടി ഇമ്പോർട്ടന്റ് ഒന്നുകൂടി ഞാൻ പറയാം. 12, 16, 18, 25, 28. ഓക്കെ, ഇത്രയും 5 എണ്ണം മാത്രം ആ പേജിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? 12, 16, 18, 25, 28. ഇന്ന് തന്നെ നിങ്ങൾ ഈ അബ്രിവേഷൻ ഒരു പേജിൽ നിന്ന് 5 എണ്ണൊക്കെയാണ് സെലക്ട് ചെയ്ത് തന്നേക്കുന്നത്. അപ്പൊ അതിന്ന് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. അബ്രിവേറ്റഡ് ഫോം വേറെ ഒന്നുമില്ല. നിങ്ങൾ അത് അബ്രിവേഷൻ നോക്കുക, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് 30 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. BBB, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, BBB എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ബിഡ്, BID, ബ്രാക്കറ്റില് BD എന്ന് കൊടുത്തിട്ടുണ്ട്. ട്വൈസ് ഡെയിലി, ദിവസത്തില് 2 തവണ. ട്വൈസ് ഡെയിലി, ദിവസത്തില് 2 തവണ. നെക്സ്റ്റ് 32 BKA എന്ന് പറയുന്നത് ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു മുറിക്കല്, മുറിച്ച് കളയുന്നത്. ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ, BKA. നെക്സ്റ്റ് BM ആണ് ബവൽ മൂവ്മെന്റ്, ബൗൾ മൂവ്മെന്റ്, ബൗൾ മൂവ്മെന്റ് ആണ് BM എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് 34 BP ആണ്. BP അറിയാലോ, ബ്ലഡ് പ്രഷർ. BP എന്നുള്ളത് ബ്ലഡ് പ്രഷർ. നെക്സ്റ്റ് BS, ബാച്ചിലർ ഓഫ് സയൻസ്. BS എന്ന് പറഞ്ഞ അബ്രിവേറ്റഡ് ഫോം, അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? ബാച്ചിലർ ഓഫ് സയൻസ്, BS. നെക്സ്റ്റ് BSA, ബോഡി സർഫസ് ഏരിയ, ബോഡി സർഫസ് ഏരിയ, ബോഡി സർഫസ് ഏരിയ. നെക്സ്റ്റ് BX, ബയോപ്സി, ബയോപ്സി അറിയാലോ. നമ്മൾ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ നമ്മളെ ബോഡി നമ്മളെ അറിയുന്നതിന് വേണ്ടിയിട്ട് ബയോപ്സി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. എന്താ ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ടിഷ്യൂസ് ഒരു ചെറിയൊരു ഇതെടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുകയാണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പൊ BX ബയോപ്സി. പിന്നെ C ഒരു ചെറിയൊരു ഡാഷ് ഇട്ടിട്ടുണ്ട്, അത് സൂചിപ്പിക്കും വിത്ത് എന്നാവും കൂടെ എന്നുള്ള അർത്ഥത്തിൽ. വിത്ത്, WITH, വിത്ത്. പിന്നെ C ഇട്ടിട്ട് മുകളിലൊരു 0 ഇട്ട് അതറിയാലോ. ഡിഗ്രി സെൽഷ്യസ്, ഇത്ര ഡിഗ്രി, സെന്റിഗ്രേഡ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഡിഗ്രി പറയില്ല, ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ പറയും ഇത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ആ ഇതിനകത്തൊക്കെ നമ്മള് പറഞ്ഞില്ലേ, ആംബുലൻസിനകത്തൊക്കെ 360 ഡിഗ്രിയിലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ബീക്കൺസ് ആംബുലൻസിന്റെ ബൾബ് റൊട്ടേറ്റ് ചെയ്യുന്നൊക്കെ. അപ്പൊ അങ്ങനെ ഡിഗ്രി പറയുന്ന സെന്റിഗ്രേഡ് ആണ്, ഡിഗ്രി സെൽഷ്യസ് ഓർ സെന്റിഗ്രേഡ് ആണ്. C ഇട്ടിട്ട് 0 മുകളിൽ 0 ഇടുന്നത്. നെക്സ്റ്റ് CA, കാൽസ്യം. കെമിസ്ട്രി ഒക്കെ പഠിച്ചവർക്ക് കുറെയൊക്കെ കെമിസ്ട്രിയുടെ ഫോർമുലാസ് വരുന്നുണ്ട് ഇതിനകത്ത്.
പ്രതീകങ്ങള് CA ഏതാണ് മീൻ ചെയ്യുന്നത്? കാൽസ്യം ആണ്. കാൽസ്യം. CA എന്ന് പറഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ്. CA കാർഡിയാക് അറസ്റ്റ്. നെക്സ്റ്റ് CABG. CABG എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ് CABG. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് CABG. നെക്സ്റ്റ് CAD. CAD എന്ന് പറഞ്ഞാൽ കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ് CAD. നെക്സ്റ്റ് വരുന്നത് CBC. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് CBC എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് CC. അത് സ്മോൾ ലെറ്റർ CC ആണ് സൂചിപ്പിക്കുന്നത്. അതിന് ക്യൂബിക് സെന്റിമീറ്റർ. CC എന്ന് പറഞ്ഞാൽ ക്യൂബിക് സെന്റിമീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ ആണ് CC എന്ന് പറയുന്നത്. നെക്സ്റ്റ് CC ഓർ C ഇട്ടിട്ട് /C ഏത് എഴുതിയാലും ശരിയാണ്. അതിന്റെ എന്താ? ചീഫ് കംപ്ലൈന്റ്. ചീഫ് കംപ്ലൈന്റ്. ചീഫ് കംപ്ലൈന്റ് CC എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സ്മോൾ CC ആണെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. ക്യാപിറ്റൽ CC ആണെങ്കിൽ ചീഫ് കംപ്ലൈന്റ് ആണ്. ചീഫ് കംപ്ലൈന്റ്. നെക്സ്റ്റ് CCU. CCU എന്ന് വെച്ചാൽ കൊറോണറി കെയർ യൂണിറ്റ്. കൊറോണറി കെയർ യൂണിറ്റ് ആണ് CCU എന്ന് പറയുന്നത്. കൊറോണറി കെയർ യൂണിറ്റ്. നെക്സ്റ്റ് CHF. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ് CHF എന്നുള്ള അബ്രിവേറ്റഡ് ഫോം അതിന്റെ എക്സ്പാൻഡഡ് ഫോം പറയുന്നത്. നെക്സ്റ്റ് CL. CL എന്താ? ക്ലോറൈഡ് ആണ്. CHLORID. ക്ലോറൈഡ്. കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും CL എന്ന് പറയുന്നത്. ഇതാണ് ക്ലോറൈഡ് ആണ്. ക്ലോറൈഡ്. പിന്നെ CM അതൊക്കെ നിങ്ങൾക്ക് അറിയാം. സെന്റിമീറ്റർ. സെന്റിമീറ്ററിനെ നമ്മൾ ഷോർട്ട് ചെയ്ത് എഴുതുന്നതാണ് CM. സെന്റിമീറ്ററിന് എല്ലായിടത്തും നീട്ടി എഴുതണ്ട. അതിന് പകരം CM ഇട്ട് കഴിഞ്ഞാൽ സെന്റിമീറ്റർ എന്നാണ്. സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. സെന്റിമീറ്റർ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ C-യും M-ഉം ആണ്. സെന്റിമീറ്റർ. നെക്സ്റ്റ് സെന്റിമീറ്റർ ക്യൂബ് ആണ്. ക്യൂബിക് സെന്റിമീറ്റർ. ക്യൂബിക് സെന്റിമീറ്റർ CM⁻³ എന്നുള്ളത് ക്യൂബിക് സെന്റിമീറ്റർ ആണ് സൂചിപ്പിക്കുന്നത്. CNS. സെൻട്രൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവ് സിസ്റ്റം CNS എന്ന് പറയുന്നത്. നെർവ് സിസ്റ്റം പഠിക്കുമ്പോൾ പെരിഫറൽ സെൻട്രൽ നെർവ് സിസ്റ്റം ഒക്കെ കേന്ദ്ര നാഡീ വ്യവസ്ഥ മലയാളം. സെൻട്രൽ നെർവ് സിസ്റ്റം CNS. അപ്പൊ ആ ഒരു പേജില് നിങ്ങൾ പഠിക്കേണ്ടത് 35 പഠിക്കണം. BS എന്നുള്ളത് അത് അണ്ടർലൈൻ ടിക്ക് ഇട്ടു കേട്ടോ. 35 ബാച്ചിലർ ഓഫ് സയൻസ്. 35 പിന്നെ 37 BX. അത് രണ്ടും നോക്കാം. സ്മോൾ ലെറ്റർ B-യും X-ഉം ആണ്. അതെന്താ? ബയോപ്സി ആണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം. ബയോപ്സി BX. നെക്സ്റ്റ് 41 CA. CA എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ. രണ്ടും നോക്കിക്കോട്ടോ. 14 നോക്കിക്കോ. CA എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ CA ആണെങ്കിൽ അതിന് കാൽസ്യം എന്നാ പറയുന്നത്. 40, 41 പഠിച്ചോ. CA എന്ന് പറഞ്ഞാൽ കാൽസ്യം ആണ്. CA ക്യാപിറ്റൽ CA ആണെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കാർഡിയാക് അറസ്റ്റ്. നെക്സ്റ്റ് 42 CABG. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്. നെക്സ്റ്റ് 43 CAD. കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ് CAD. നെക്സ്റ്റ് അതില് 47 പഠിക്കണം. CCU. കൊറോണറി കെയർ യൂണിറ്റ്. കൊറോണറി കെയർ യൂണിറ്റ്.
നെക്സ്റ്റ് ലാസ്റ്റ് 52 CNS എന്ന് പറഞ്ഞ സെൻട്രൽ നെർവ് സിസ്റ്റം. ഞാൻ ഒന്നുകൂടി പറയാം ഏതൊക്കെയാണ് ആ ഒരു പേജിൽ നിന്ന് പഠിക്കേണ്ടതെന്ന്. 35, 37, 40, 41, 42, 43. നെക്സ്റ്റ് 47 CCU എന്നുള്ളത് 47. നെക്സ്റ്റ് 52 CNS സെൻട്രൽ നെർവ് സിസ്റ്റം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതിന്റെ ഒപ്പം തന്നെ അടയാളപ്പെടുത്തി പൊക്കോ കേട്ടോ. നെക്സ്റ്റ് പേജിൽ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അങ്ങനെ പഠിക്കണ്ട കേട്ടോ. ഇതിന് ഓരോന്നും പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽ എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. പിന്നെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ട് നിങ്ങളെ ഒരുപാട് അങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ല. ഇതിനകത്തുനിന്ന് only 48 ആണ്. ഒരു മിനിറ്റ്, 48 അല്ല കേട്ടോ, ഞാൻ പറഞ്ഞ 47 ആണ് കേട്ടോ. 47 CCU കൊറോണറി കെയർ യൂണിറ്റ്. കൊറോണറി കെയർ യൂണിറ്റ്. ഓക്കെ, അതിനകത്ത് പറയാം 35, 37, 40, 41, 42, 43, 47, 52. ഓക്കെ, ക്ലിയർ അല്ലേ? ഏതാണ് ലാസ്റ്റ് പറഞ്ഞത്? CNS ആണോ? സെൻട്രൽ നെർവ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥ. ലാസ്റ്റ് പറഞ്ഞത് അതാണ്. 52 സെൻട്രൽ നെർവ് സിസ്റ്റം. ഓക്കെ, നെക്സ്റ്റ് 53 C/O കംപ്ലൈനിങ് ഓഫ്, പരാതി എന്തെങ്കിലും. ആദ്യം പറഞ്ഞ പേജ് ഏതാ? അതിന് മുന്നേ പറഞ്ഞതാണോ? 10 to വന്ന പേജാണോ? ഓക്കെ, 10 മുതൽ പറഞ്ഞതില് 10 പറഞ്ഞു, 12, 16, 18, 25, 28. ക്ലിയർ അല്ലേ? നോക്കിയേ, ഉമാദേവി ആണ് മെസ്സേജ് ചെയ്തത്. 10, 12, 16, 18, 25, 28. ഓക്കെ, അത്രയും പഠിച്ചാൽ മതി. ഇനി നോക്കാം 53 ആണ്. C/O അത് രണ്ടും സ്മോൾ ലെറ്റേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. കംപ്ലൈനിങ് ഓഫ്. നെക്സ്റ്റ് 54 CO ആണ്. കാർഡിയാക് ഔട്ട്പുട്ട്. CO എന്ന് പറയുന്നത്. നെക്സ്റ്റ് CO2 അതറിയാലോ, കാർബൺ ഡൈ ഓക്സൈഡ്. CO2 കാർബൺ ഡൈ ഓക്സൈഡിന് എപ്പോഴും ഇങ്ങനെ നീട്ടി എഴുതണ്ട, ഇതുപോലെ CO2 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അബ്രിവേറ്റഡ് ഫോം ആണ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് COLD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് COLD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ്സ് ഡിസീസ് COLD. നെക്സ്റ്റ് COPD ഇത് നിങ്ങൾ പഠിച്ചല്ലേ? COPD ഏതിനകത്താ പഠിച്ചേ? COPD ഒക്കെ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പഠിച്ചില്ലേ? മെഡിക്കൽ ഗ്യാസ് തുടങ്ങിയോ? ഇല്ല അല്ലെ? മെഡിക്കൽ വേറെ ഇതിനകത്ത് വരുന്നുണ്ട്. മെഡിക്കൽ ഗ്യാസിലൊക്കെ ഇത് COPD പഠിക്കാറുണ്ട്. നമ്മളും പഠിച്ചിട്ടുണ്ട് അല്ലെ? COPD ഇതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പഠിച്ചു. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ് COPD എന്ന് പറയുന്നത്. നെക്സ്റ്റ് CP ആണ്. CP എന്ന് പറഞ്ഞ ചെസ്റ്റ് പെയിൻ, കെമിക്കലി പ്യുവർ സെറിബ്രൽ പാൾസി, പക്ഷാഘാതം. ഇതൊക്കെ CP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് അവിടെ ഉപയോഗിക്കുന്നതിന്റെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. എന്നാലും CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല 2-3 എക്സ്പാൻഡഡ് ഫോം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞാൽ CP ആണ്. കെമിക്കലി പ്യുവർ എന്ന് പറഞ്ഞാൽ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞാലും CP തന്നെയാണ്. നെക്സ്റ്റ് CPR അതറിയാലോ? CPR കൊടുക്കാന്ന് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ CPR. ബ്രീത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് CPR കൊടുക്കണം. 28 എഴുതിയിട്ടുണ്ട് CPR കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. നെക്സ്റ്റ് 60 CRNA സർട്ടിഫൈഡ് രജിസ്ട്രേർഡ് നേഴ്സ്
അനസ്തെറ്റിസ്റ്റ്. സർട്ടിഫൈഡ് രജിസ്ട്രേർഡ് നേഴ്സ് അനസ്തെറ്റിക് ആണ് CRNA എന്ന് പറയുന്നത്. CRNA. നെക്സ്റ്റ് CRT കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ്. കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ് ഇതാണ് CRT എന്ന് പറയുന്നത്. CRT. നെക്സ്റ്റ് CSF എന്ന് പറഞ്ഞ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് CSF എന്ന് പറയുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നെക്സ്റ്റ് 63 CSM കരോട്ടിഡ് സൈനസ് മാസേജ് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. ഇതിന് രണ്ടിനും CS എന്നാ പറയുന്നത്. ഫസ്റ്റ് കരോട്ടിഡ് സൈനസ് മാസേജ്, നെക്സ്റ്റ് സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ്. നെക്സ്റ്റ് 64 CVM ആണ് സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. ആണ് CVM എന്ന് പറഞ്ഞ സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. നെക്സ്റ്റ് CVP സെൻട്രൽ വീനസ് പ്രഷർ. സെൻട്രൽ വീനസ് പ്രഷർ CVP സെൻട്രൽ വീനസ് പ്രഷർ. നെക്സ്റ്റ് CXR ചെസ്റ്റ് എക്സ്റേക്ക് പറയുന്നതാണ് CXR. ചെസ്റ്റ് എക്സ്റേ. എക്സ്റേയുടെ XR എന്നുള്ളത് ഷോർട്ട് ചെയ്ത് ചെസ്റ്റിന്റെ C കൂടി ചേർത്തിട്ട് CXR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് എക്സ്റേ ആണ്. നെക്സ്റ്റ് D&C ഡിലേഷൻ ആൻഡ് ക്യൂരിറ്റേജ്. ഓക്കെ, ഡിലേഷൻ ആൻഡ് ക്യൂരിറ്റേജ്. ഓക്കെ, CVM പറഞ്ഞില്ല അല്ലെ. സെറിബ്രോവാസ്കുലർ ആക്സിഡന്റ് CVM. ഒരു മിനിറ്റ്. അതൊന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, നമ്മള് CXR അല്ലേ പറഞ്ഞത്. ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ പറഞ്ഞു CXR. D&C എന്ന് പറയാ ഡിലേഷൻ ആൻഡ് ക്യൂരിറ്റേജ്. ഡിലേഷൻ ആൻഡ് ക്യൂരിറ്റേജ് ആണ് D&C എന്ന് പറയുന്നത്. D/C ആണെങ്കിൽ ഡിസ്കണ്ടിന്യൂ. ഡിസ്കണ്ടിന്യൂ. നെക്സ്റ്റ് 69 DIFF എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ. വ്യത്യസ്തമായ. ഡിഫറൻഷ്യൽ. DIFF എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ വ്യത്യസ്തമായ. നെക്സ്റ്റ് DIG ഡിഗോക്സിൻ. ഡിഗോക്സിൻ ഹാർട്ട് ഒരു ഡ്രഗ് ആണ് കേട്ടോ. ഡിഗോക്സിൻ എന്ന് പറഞ്ഞത് ഹാർട്ടിന്റെ ഒക്കെ സ്ട്രെങ്ത് ഒക്കെ അതിന്റെ എഫിഷ്യൻസി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഡ്രഗ്സ് ആണ് ഡിഗോക്സിൻ എന്ന് പറയുന്നത്. ഡിഗോക്സിൻ. നെക്സ്റ്റ് D എന്ന് പറഞ്ഞ ഡയബറ്റിസ് മെലിറ്റസ്. പ്രമേഹം. DM എന്ന് പറഞ്ഞ ഡയബറ്റിസ് മെലിറ്റസ്. നെക്സ്റ്റ് 72 DOA എന്ന് പറഞ്ഞ ഡെഡ് ഓൺ അറൈവൽ. ഡെഡ് ഓൺ അറൈവൽ. ഡെഡ് ഓൺ അറൈവൽ. എത്തിയപ്പോഴത്തേക്കും അറൈവ് ചെയ്തപ്പോഴത്തേക്കും മരിച്ചു എന്നുള്ള മീനിങ് ആണ്. ഡെഡ് ഓൺ അറൈവൽ. എത്തിയപ്പോഴേക്കും മരിച്ചു. DOA. നെക്സ്റ്റ് DOE എന്ന് പറഞ്ഞ ഡെസ്നിയ ഓൺ എക്സേർഷൻ. ബ്രീത്തിങ്. നമ്മള് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുക്കുമ്പോൾ ബ്രീത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ, ഫീല്. അപ്പൊ അങ്ങനെ ശ്വാസം കിട്ടാത്ത ഒരു ഇത് തോന്നുന്നൊക്കെ ഡെസ്നിയ. ഡെസ്നിയ ഓൺ എക്സേർഷൻ. നെക്സ്റ്റ് 74 DON എന്ന് പറഞ്ഞ ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. ഡയറക്ടർ ഓഫ് നഴ്സിംഗ്.
അപ്പൊ നമ്മൾ 53 മുതൽ 74 വരെയുള്ള ആ ഒരു പേജിൽ നിങ്ങൾ 56 പഠിക്കണം. COLD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. നോട്ട് ചെയ്തോട്ടോ. 56 ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. പിന്നെ 57 പഠിക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമോണറി ഡിസീസ്. നെക്സ്റ്റ് 59 പഠിക്കണം. അതും പഠിച്ചിട്ടുള്ളതാണ്. CPR. എന്താണ് CPR? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, CPR. നെക്സ്റ്റ് 62 CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് 62. നെക്സ്റ്റ് 66 CXR, ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ, CXR, ചെസ്റ്റ് എക്സ്റേ. നെക്സ്റ്റ് 74 DON, ഡയറക്ടർ ഓഫ് നഴ്സിംഗ്. അത്രയാണ് അതിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ നമ്പർ പറയാം. 56, 57, 59, 62, 66, 74. 6 ആണ്. 6 കിട്ടിയില്ല? ഓക്കെ അല്ലേ? 56, 57, 59, 62, 66, 74. നെക്സ്റ്റ് ഇങ്ങനെ വെറുതെ വായിച്ചു പോകാനാട്ടോ പറ്റുള്ളൂ. ബോറടിക്കണ്ടോ? ബോറടിക്കണ്ടോ? നോ. ശരി, രണ്ടുപേരും തന്നെ. ഓക്കെ, നിങ്ങൾ വായിച്ചാലും ഞാൻ വായിച്ചാലൊക്കെ ശരി തന്നെയാണ്. വെറുതെ ഒന്ന് വായിച്ചിട്ട് ഇമ്പോർട്ടന്റ് മാത്രം നമുക്ക് നോട്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് 75 ആണ്. 75 DOS. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? കുറെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കുറെയൊക്കെ അബ്രിവേഷൻ ഫോമും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഒക്കെ. DOS എന്ന് പറഞ്ഞാൽ ഡെഡ് ഓൺ സീൻ, സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ളത്. ഡെഡ് ഓൺ സീൻ, അതാണ് DOS എന്ന് പറഞ്ഞ ആ അബ്രിവേറ്റഡ് ഫോമിന് സൂചിപ്പിക്കുന്നത്. സംഭവം നമ്മൾ ഇതൊക്കെ റിപ്പോർട്ടൊക്കെ എഴുതൂലേ, അപ്പൊ അങ്ങനെ ഇതിനകത്തൊക്കെ വരുമ്പോ വന്നതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ അത് DOS എന്ന് കണ്ട് എന്താ, ഡെഡ് ഓൺ സീൻ, സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു എന്നാണ് ഡെഡ് ഓൺ സീൻ. നെക്സ്റ്റ് DPT, ഡിഫ്തീരിയ, pertussis and tetanus toxoids vaccines. ഡിഫ്തീരിയ എന്താ? ഡിഫ്തീരിയയുടെ തൊണ്ടമുള്ള എന്ന് പറയും. ഡിഫ്തീരിയ മലയാളം തൊണ്ടമുള്ള്. പെർട്ടൂസിസ് അറിയാതിരിക്കാമല്ലോ, എന്താ? വില്ലൻ ചുമ. ടെറ്റനസ് ടോക്സോയിഡ് വാക്സിൻ. അപ്പൊ അതിനൊക്കെ എതിരായിട്ട് എടുക്കുന്ന വാക്സിൻ. DTP, കുത്തിയപ്പ് കേട്ടിട്ടില്ലേ? DTP കുത്തിയപ്പ് വാക്സിൻ കൊടുക്കുന്നതൊക്കെ, DTP വാക്സിൻ കൊടുക്കുന്നത് ഇതാ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, DTP എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ ആട്ടോ. വാക്സിൻ കൊടുക്കുന്ന DTP. നെക്സ്റ്റ് ആണ് DSD എന്ന് പറയുന്നത്, ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. DSD. നെക്സ്റ്റ് 78 എന്ന് പറഞ്ഞാൽ DTAP. ഓക്കെ, ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ് ആൻഡ് എസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ. ചെറിയൊരു ഡിഫറൻസ് വന്നുള്ളൂ അതിനകത്ത്. എന്നും കൂടി ഉള്ള ഇത് വന്നുണ്ട്. അത് നോക്കിയേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? എസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ. ഡിഫ്തീരിയ, T എന്ന് പറഞ്ഞാൽ ടെറ്റനസ്, ടോക്സോയിഡ്സ് ആൻഡ് എസെല്ലുലാർ പെർട്ടൂസിസ് വാക്സിൻ. നെക്സ്റ്റ് DTP, ഡിഫ്തീരിയ, ടെറ്റനസ്, ടോക്സോയിഡ് ആൻഡ് പെർട്ടൂസിസ് വാക്സിൻ. DTP അതാ തിരിച്ച് കൊടുത്തേക്കുന്നു എന്നുള്ളൂ കേട്ടോ. DPT ആണെങ്കിൽ ഡിഫ്തീരിയ കഴിഞ്ഞ പെർട്ടൂസിസ് എഴുതുക, എന്നിട്ട് ടെറ്റനസ് കൊടുക്കുക.
ഇവിടെ നോക്കിയാൽ DTP എന്ന് പറഞ്ഞാൽ ഡിഫ്തീരി കഴിഞ്ഞ് ടെറ്റനസ് ടോക്സോയിഡ്സ് കഴിഞ്ഞിട്ട് പെർട്ടൂസിസ് എഴുതാം, പെർട്ടൂസിസ് വാക്സിൻ. നെക്സ്റ്റ് DTS, ഡെലീറിയം ട്രൈമെൻസ്, ഡെലീറിയം ട്രൈമെൻസ്, ഡെലീറിയം ട്രൈമെൻസ്. നെക്സ്റ്റ് 81 DVT, ഡീപ്പ് വീനസ് ത്രോംബോസിസ്, ഡീപ്പ് വീനസ് ത്രോംബോസിസ്, അതാണ് DVT എന്ന് പറയുന്നത്, ഡീപ്പ് വീനസ് ത്രോംബോസിസ്. പിന്നെ D5W എന്ന് പറഞ്ഞാൽ ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ. അത് നമ്മളെ ഒരു ഗ്ലൂക്കോസിന്റെ ഒരു ഫോമാണ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ, അതാണ് D5W എന്ന്. ഡെക്സ്ട്രോസ് 5 എന്നുള്ളത് പെർസെന്റേജ് കാണിക്കാനാണ്, 5% ഇൻ വാട്ടർ. നെക്സ്റ്റ് DX എന്ന് പറഞ്ഞാൽ ഡയഗ്നോസിസ്, രോഗനിർണയം, ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് ഫുൾ എഴുതണ്ട, അബ്രിവേറ്റഡ് ഫോം ഉപയോഗിക്കാം, DX ഡയഗ്നോസിസ്. നെക്സ്റ്റ് ആണ് ECG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് അറിയാലോ, ഇലക്ട്രോ കാർഡിയോഗ്രാം. ടെസ്റ്റ് ടു ചെക്ക് ദ ഹാർട്ട് ബീറ്റ്, ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG. ഇനി നെക്സ്റ്റ് EDയുടെ എക്സ്പാൻഡഡ് ഫോം ഏതാ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് EDC എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. നമ്മള് ഈ എസ്റ്റിമേറ്റഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാക്കിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പ്രസവിച്ച് കിടക്കല് അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള കിടപ്പ്, നമ്മൾ ഇത്ര ദിവസം കിടക്കണം എന്നൊക്കെ ഉള്ളൊരു എസ്റ്റിമേറ്റഡ്, ഒരു കണക്ക് കൂട്ടിയ ഒരു രോഗാവസ്ഥയിലുള്ള കിടപ്പ്, അതാണ് EDC എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ്. നെക്സ്റ്റ് EEG എന്ന് പറയുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം, ECG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. നെക്സ്റ്റ് EG ആണ്, അത് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുകയാണ്, നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. EG എക്സാമ്പിൾ ഫുൾ എഴുതണ്ട, EG എന്ന് എഴുതിയാൽ മതി, EG ഫോർ എക്സാമ്പിൾ. നെക്സ്റ്റ് EKG, ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം, EKG, ഇലക്ട്രോ കാർഡിയോഗ്രാം. നെക്സ്റ്റ് ENT അറിയാലോ, ഇയർ, നോസ് ആൻഡ് ത്രോട്ട്, ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. നമ്മള് എന്തെങ്കിലും മൂക്കിലോ അല്ലെങ്കിൽ തൊണ്ടയിലെ സംബന്ധമായിട്ടോ നോസ് മൂക്ക് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ ENTനെ പോയി കാണും. എന്താ ENT എന്ന് പറഞ്ഞാൽ ഒരു അബ്രിവേറ്റഡ് ഫോം ആണ്. ഇയർ, നോസ്, ത്രോട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് ENT ഡോക്ടർ, ENT. നെക്സ്റ്റ് ER എന്ന് പറഞ്ഞാൽ എമർജൻസി റൂം ആണ്, എമർജൻസി റൂം, ER. പിന്നെ ET എന്ന് പറഞ്ഞാൽ എൻഡോ ട്രാക്കിയൽ ട്യൂബ്, എൻഡോ ട്രാക്കിയൽ ട്യൂബ് ആണ് ET എന്ന് പറയുന്നത്. ബ്രീത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മളെ ട്യൂബ് ഇങ്ങനെ ട്രാക്കിയലേക്ക് കടത്തിവിടുന്ന ഒരിത്, എൻഡോ ട്രാക്കിയൽ ട്യൂബ്. നെക്സ്റ്റ് ETA എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, എത്തിച്ചേരുമെന്ന് ഒരു കണക്കാക്കിയ സമയം, ETA, എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. നെക്സ്റ്റ് ETOH, ഈഥൈൽ ആൽക്കഹോൾ, കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ETOH, OH ആൽക്കഹോളിനെ ഇത് സൂചിപ്പിക്കുന്നതാണ്. ET എന്ന് പറഞ്ഞാൽ ഈഥൈൽ ആൽക്കഹോൾ, ETOH. നെക്സ്റ്റ് ETT എന്ന് പറഞ്ഞാൽ എൻഡോ ട്രാക്കിയൽ ട്യൂബ്. ഇവിടെ രണ്ടെണ്ണം, ET എന്ന് പറഞ്ഞാലും എൻഡോ ട്രാക്കിയൽ ട്യൂബ് ആണ്, ETT എന്ന് പറഞ്ഞാലും എൻഡോ ട്രാക്കിയൽ ട്യൂബ് തന്നെയാണ് കേട്ടോ. രണ്ടും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ F, ഇപ്പൊ ഇത്ര ഡാഷ് ഡിഗ്രി F എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പൊ നമ്മൾ അവിടെ അതിന് മുന്നേ എത്ര ഡിഗ്രി ആണെന്നുള്ളത് എഴുതണം. ഇപ്പൊ 35 ഡിഗ്രി ഫാരൻഹീറ്റ് F അങ്ങനെ എഴുതണം. ആ ഡിഗ്രിയാണ് അതിന്റെ മുന്നിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് 83 DS, DX എന്ന് പറഞ്ഞ ഡയഗ്നോസിസ്. ഓക്കെ, 83 നോട്ട് ചെയ്യണം.
നെക്സ്റ്റ് 84 എന്നറിയാം, ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. 85 ED, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. 83, 84, 85. നെക്സ്റ്റ് 87 EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. EEG, ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. നെക്സ്റ്റ് 91 ER ആണ്, എമർജൻസി റൂം. എമർജൻസി റൂം. ED എന്ന് പറഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ER എമർജൻസി റൂം. നെക്സ്റ്റ് 95 ETT, എൻഡോ ട്രാക്കിയൽ ട്യൂബ്. അത് ET എന്നാണെങ്കിലും എഴുതാം, എൻഡോ ട്രാക്കിയൽ ട്യൂബ്. എൻഡോ ട്രാക്കിയൽ ട്യൂബ്. അപ്പൊ ഇത്രയും മാത്രം പഠിക്കാം. ഒന്നുകൂടി ഞാൻ നമ്പർ പറയാം. പ്രിന്റഡ് നോട്ട് ഉള്ളവര് അതിൽ തന്നെ ഇങ്ങനെ നോട്ട് ചെയ്ത് പോവുക, അല്ലാത്തവര് ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 83, 84, 85, 87, 91, 95. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ. ചാപ്റ്റർ വൈസ് ആണോ? ഒന്നുകൂടി പറയാം കേട്ടോ. ഇതിനകത്ത് പറഞ്ഞത് ഒന്നുകൂടെ പറയാം കേട്ടോ. ഓക്കെ, നോക്കിയേ. 83, 85, 83, 83, 84, 85. പിന്നെ 87, 91, 95. അത്രയും 6 പഠിച്ചാൽ മതി ആ ഒരു പേജ് ചെയ്യുന്നു കേട്ടോ. 83, 84, 85, 87, 91, 95. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒരു ചാപ്റ്ററിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ കാണുമെന്നൊക്കെ ചോദിച്ചത് എവിടെ മെസ്സേജ് ചെയ്തു. നിങ്ങൾക്ക് എന്താ പറയാ, അത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് എത്ര മാർക്കിന്റെ ആണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് മിക്കവാറും എക്സാമിന് മുന്നേ നിങ്ങൾക്ക് ഒരു ക്ലാസ് തരും സാറ്. അങ്ങനെ ചെയ്യണതാണ്. നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇടാറുണ്ട്. എക്സാമുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ എത്ര മാർക്കാണെന്ന് തന്നെ ബേസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററും അതൊക്കെ നമുക്ക് എക്സാമിന്റെ, നിങ്ങൾക്ക് എന്തായാലും ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല എക്സാമിന്റെ എന്നാന്നുള്ളത്. ഇപ്പോ വേറെ ബാച്ചിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കുടെ മോഡൽ എക്സാം ആണ്. അപ്പൊ അത് എന്താ പറയാ, നിങ്ങളുടെയിലേക്ക് വന്നിട്ടില്ല. അവർക്കിടെ കഴിയുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെ വന്നത്. അപ്പോഴത്തേക്കും എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും അതുമായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അപ്പൊ 96 വരെ നമ്മൾ പറഞ്ഞു. 97 ആണെങ്കിൽ ഓക്കെ. FiO2 എന്നാണ്. FiO2 അത് സ്മോൾ ലെറ്റർ ആണ് ആയി പോകുന്നുള്ളത്. ഏതാണ്? ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പേർഡ് ഓക്സിജൻ. ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പേർഡ് ഓക്സിജൻ ആണ് FiO2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് FBS എന്ന് പറഞ്ഞ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് FBS. നെക്സ്റ്റ് Fe, ഇത് നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അയണിന്റെ ഒരു ഇതാണ് Fe എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. Fe അയൺ. FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഭ്രൂണത്തിന്റെ ആ ഹൃദയമെടുപ്പ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആണ് FHR എന്ന് പറയുന്നത്. നെക്സ്റ്റ് FHT എന്ന് പറഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് ടോൺ. TONES, ടോൺസ്. ഫീറ്റൽ ഹാർട്ട് ടോൺസ്. നെക്സ്റ്റ് FHX എന്ന് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററി. FHX, X സ്മോൾ ലെറ്റർ ആണ്. ഫാമിലി ഹിസ്റ്ററി. നെക്സ്റ്റ് FL എന്ന് പറഞ്ഞാൽ ഫെംറ്റോലിറ്റർ.
വോളിയം മെഷർ ചെയ്യുന്ന ഒരു ഇതാണ്, മെഷർമെന്റ് ആണ് ഫെംറ്റോലിറ്റർ എന്ന് പറയുന്നത്. ഫെംറ്റോലിറ്റർ FL വോളിയം മെഷർ ചെയ്യുന്ന ഒരു ഇതാണ് ഫെംറ്റോലിറ്റർ. നെക്സ്റ്റ് FL എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ്. FLD എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് തന്നെയാണ് കേട്ടോ. FL എന്ന് വെറുതെ FL മാത്രം എഴുതിയാലും FLD എന്ന് പറഞ്ഞാലും ഫ്ലൂയിഡ് തന്നെയാണ്. നെക്സ്റ്റ് FSH ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നെക്സ്റ്റ് FX ഫ്രാക്ചർ, ഒടിവ്, ഫ്രാക്ചർ. അതിന്റെ അബ്രിവേറ്റഡ് ഫോം FX ആണ്, ഫ്രാക്ചർ. പിന്നെ G എന്ന് പറഞ്ഞാൽ ഗ്രാം ആണ്, ഗ്രാം. നെക്സ്റ്റ് GB എന്ന് പറഞ്ഞാൽ ബ്ലാഡർ, പിത്താശയം. ഗാൾ ബ്ലാഡർ, പിത്താശയം, GB. നെക്സ്റ്റ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, ദഹനനാളം. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ ദഹനനാളം, GI ആണ് കേട്ടോ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, GI. നെക്സ്റ്റ് GM എന്ന് പറഞ്ഞാൽ ഗ്രാം. അതൊക്കെ നമ്മൾ എഴുതുന്നതല്ല, ഇത്ര ഗ്രാം എന്നുള്ളത് ഷോർട്ട് ചെയ്ത് GM എന്ന് എഴുതാം. നെക്സ്റ്റ് GR എന്ന് പറയുന്നത് ഗ്രെയിൻ, ധാന്യങ്ങള്. ഗ്രെയിൻ, GRAIN, ഗ്രെയിൻ. GR എന്നാണ് അതിന്റെ അബ്രിവേറ്റഡ് ഫോം. പിന്നെ GSW എന്ന് പറഞ്ഞാൽ ഗൺഷൂട്ട് വൂണ്ട്, വെടിയേറ്റിട്ടുള്ള മുറിവ്. ഗൺഷൂട്ട് വൂണ്ട്, GSW, ഗൺഷൂട്ട് വൂണ്ട്. പിന്നെ നെക്സ്റ്റ് GTT, ഇതിനെ ഡ്രോപ്സിനെ കാണിക്കുന്നത്, തുള്ളികള്, ഡ്രോപ്സിനെ. GTT എന്ന് പറയുന്നത് ഡ്രോപ്സ്. നെക്സ്റ്റ് GTT, ക്യാപിറ്റൽ TT ആണെങ്കിൽ അവിടെ GTT, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ തന്നേക്കുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഈ ഗർഭകാലത്തൊക്കെ ഉണ്ടാകുന്ന, പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന ഈ നമ്മുടെ പ്രമേഹമൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GTT എന്ന് പറയുന്നത്. നെക്സ്റ്റ് GU എന്ന് പറഞ്ഞത് ജെനിറ്റോറിനറി, യൂറിനറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, യൂറിറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഓർഗൻസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ് ജെനിറ്റോറിനറി എന്ന് പറയുന്നത്, ജെനിറ്റോറിനറി. പിന്നെ അടുത്തത് ഗൈനക്കോളജി, GYN എന്ന് പറയുന്ന ഗൈനക്കോളജി, അറിയാലോ ഗൈനക്കോളജി. H എന്ന് പറയുന്ന ഹവർ, മണിക്കൂറിനെ കാണിക്കുന്നതാണ് ഹവർ, HOUR ഹവർ. H എന്നുള്ളത് ഇത്ര അവർ നമ്മൾ എഴുതൂലേ, H എന്ന് എഴുതിയാൽ മതി. ഇനി H എന്നുള്ളത് ക്യാപിറ്റൽ H ആണെങ്കിൽ അവിടെ ഹൈപ്പോഡെമിക് എന്ന് പറയുന്നത്, സ്കിന്നിന്റെ അടിയിലുള്ള ഒരു ഭാഗം, ഹൈപ്പോഡെമിക്, ഹൈപ്പോഡെർമിക് നാട്ടോ, DERMIC ഉണ്ട്. ഹൈപ്പോഡെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന്റെ അടിയിലുള്ള ഭാഗം. സ്മോൾ H ആണെങ്കിൽ അത് ഹവറിനെ കാണിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, 100. ഓക്കെ, ഏതാണ് 100? FHR ആണ്, ഫീറ്റൽ ഹാർട്ട് റേറ്റ്. FHR 100 നോട്ട് ചെയ്യാം. 100 നോട്ട് ചെയ്യാം. 101, 101. 101. FHT ഫീറ്റൽ ഹാർട്ട് ടോൺ, അത് രണ്ടും നോട്ട് ചെയ്യാം കേട്ടോ. 100ഉം 101ഉം നോട്ട് ചെയ്യാം. നെക്സ്റ്റ് 109 GB നോട്ട് ചെയ്യണം. GB ബ്ലാഡർ, പിത്താശയം. നെക്സ്റ്റ് 110 ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ, ദഹനനാളം, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. നെക്സ്റ്റ് 115 ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GTT, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. നെക്സ്റ്റ് 117 ആണ് ഗൈനക്കോളജി, GYN, ഗൈനക്കോളജി.
ഇത്രയും ആ ഒരു പേജിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഒന്നുകൂടെ പറയാം. 100, 101, 109, 110, 150, 170. ക്ലിയർ അല്ലേ? അതിനകത്തുനിന്നും 6 എണ്ണം പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിൽ പിന്നെ ഫുള്ള് പഠിക്കാൻ നിൽക്കണ്ട. 100, 101, 109, 110, 115, 170. ഓക്കെ. ഇനി നെക്സ്റ്റ് 121 നോക്കിയേ. എച്ച് ആൻഡ് എച്ച്, ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ് ആണ് എച്ച് ആൻഡ് എച്ച്. അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് രണ്ടും പറഞ്ഞേക്കുന്നത്. അത് ഹീമോഗ്ലോബിൻ അറിയാലോ, ബ്ലഡിലുള്ള ഇത് ഹീമോഗ്ലോബിന്. പിന്നെ അടുത്ത ഹെമറ്റോക്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഒരു നിശ്ചിത ആ ഒരു ബ്ലഡ്, നിശ്ചിത വ്യാപ്തം രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ആ ഒരു പെർസെന്റേജ് ശതമാനം കാണിക്കുന്നതിനെയാണ് ഹെമറ്റോക്രിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും എച്ച് ആൻഡ് എച്ച് എന്നുള്ളത് നോക്കാം. ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. അതിന് മുന്നത്തെ പേജിൽ പറഞ്ഞത് 100 പഠിക്കണം, 101 പഠിക്കണം, പിന്നെ 109, 110, 150, 170. ഓക്കെ, ഇത് നോക്കി. എച്ച് ആൻഡ് പി എന്ന് പറഞ്ഞ ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. എച്ച് ആൻഡ് പി എന്താ? ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ. എച്ച് ആൻഡ് പി. എച്ച് സ്ലാഷ് എ എന്ന് പറഞ്ഞ ഹെഡ് ഏക്ക്, തലവേദനയ്ക്ക് പറയുന്ന ഹെഡ് ഏക്കിനാണ് H/A എന്ന് പറയുന്നത്, ഹെഡ് ഏക്ക്. ഓക്കെ. എച്ച് ബി ഇതറിയാലോ, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനെ കാണിക്കുന്ന ഒരു അബ്രിവേറ്റഡ് ഫോം. ഫുൾ എഴുതണ്ട, ഹീമോഗ്ലോബിന് HB എന്ന് എഴുതിയാൽ മതി. അത് ശ്രദ്ധിക്കുക. എച്ച് ഇടുക, ക്യാപിറ്റൽ എച്ചും സ്മോൾ ബി ആണ് കേട്ടോ. HB എന്ന് പറഞ്ഞ ഹീമോഗ്ലോബിന് കാണിക്കുന്നത് HB. HCT എന്ന് പറഞ്ഞ ഹെമറ്റോക്രിറ്റ്. നമ്മൾ പറഞ്ഞു ഹെമറ്റോക്രിറ്റ്. HG മെർക്കുറി. ഇത് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടില്ലേ? മെർക്കുറിയുടെ ഇത് HG എന്ന് എഴുതിയാൽ മതി, HG. പിന്നെ HGB എന്ന് എഴുതിയാലും ഹീമോഗ്ലോബിൻ തന്നെ നമുക്ക് പറയാം. HGB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ആണ്. HB എന്ന് എഴുതിയാലും ഹീമോഗ്ലോബിൻ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് HH, ക്യാപിറ്റൽ HH, ഹിയാറ്റൽ ഹെർണിയ. അപ്പൊ ഒരു നമ്മുടെ സ്റ്റൊമക്കിന്റെ ഒരു ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന ഒരവസ്ഥയാണ്. ചെസ്റ്റിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ബൾജ് ചെയ്തിരുന്ന ഒരവസ്ഥയാണ് ഹിയാറ്റൽ ഹെർണിയ എന്ന് പറഞ്ഞത്. HH എന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, ഹിയാറ്റൽ ഹെർണിയ. HIV അതറിയാലോ, ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അത് ഏതിന് കാരണമാകുന്ന വൈറസ്? HIV. ഏത് രോഗത്തിനാ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, എയ്ഡ്സ്. ഓക്കെ, എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് HIV വൈറസ്. നെക്സ്റ്റ് H2O. ഇത് പഠിച്ചിട്ടില്ലേ? വാട്ടർ. H2O എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. H2O2 ഇതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. H2O എന്ന് പറഞ്ഞാൽ വാട്ടറും H2O2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ പെറോക്സൈഡും ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ്. നെക്സ്റ്റ് HPI, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. ഇതാണ് HPI എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. HPI, ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനെസ്. HR, രണ്ടും സ്മോൾ ലെറ്റർ ആണ് പറയുന്നത്. ഹവർ, മണിക്കൂറിനെ കാണിക്കുന്നതാണ് H എന്ന് പറയും. HR എന്ന് പറഞ്ഞാൽ ഹവർ തന്നെയാണ്. നെക്സ്റ്റ് HS എന്ന് പറഞ്ഞാൽ അറ്റ് ബെഡ് ടൈം, ഉറങ്ങുന്ന സമയത്ത് എന്ന് പറയുന്നത്. അറ്റ് ബെഡ് ടൈം നമ്മൾ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ പറയാം, കിടക്കുന്ന സമയത്ത്, ബെഡ് ടൈമില് എന്നൊക്കെ പറഞ്ഞ ഉറങ്ങുന്ന ആ ഒരു സമയത്ത്, അറ്റ് ബെഡ് ടൈം, ഉറങ്ങുന്ന സമയത്ത്. HTN, ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ, HTN, ഹൈപ്പർ ടെൻഷൻ. നെക്സ്റ്റ് HX എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി, HX ഹിസ്റ്ററി.
എച്ച് ഇസഡ് എന്ന് പറയുന്ന ഹെർട്സ് ഫ്രീക്വൻസി അളക്കുന്ന ഒരു യൂണിറ്റ്. ഹെർട്സ് എന്ന് പറയും HERTS. ഫ്രീക്വൻസി അളക്കുന്ന ഒരു യൂണിറ്റ് ആണ് എച്ച് ഇസഡ്. നെക്സ്റ്റ് ഐ ആൻഡ് ഒ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് ആൻഡ് ഔട്ടേക്ക്. ഇൻടേക്ക് ആൻഡ് ഔട്ടേക്ക്. എച്ച് ആൻഡ് ഐ ആൻഡ് ഒ, ഇൻടേക്ക് ഔട്ടേക്ക്. IC എന്ന് പറഞ്ഞാൽ ഇൻട്രാ കാർഡിയാക്ക്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇറിറ്റബിൾ കോളൻ. ഇതെല്ലാം IC എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ICP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ക്രാനിയൽ പ്രഷർ. ഇൻട്രാ ക്രാനിയൽ പ്രഷർ. ICU എന്താ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. IDDM ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ്. ഇതാണ് IDDM. IM എന്ന് പറഞ്ഞാൽ ഇൻട്രാ മസ്കുലാർ. IM ഇൻട്രാ മസ്കുലാർ. ഓക്കെ, അപ്പൊ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം 124 HB. അറിയാം, നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. ഹീമോഗ്ലോബിൻ HB സ്മോൾ ലെറ്റർ. HGB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ തന്നെയാണ് കേട്ടോ. അതിൽ 124 പഠിക്കാം. നെക്സ്റ്റ് 129 അത് നിങ്ങൾ പഠിച്ചതാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ്. നെക്സ്റ്റ് H2O. H2O ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യണതാണ്. വാട്ടറിന്റെ ഇതാണ്. അത് എത്രയാ? 130, 131. അത് നോക്കിയോ, H2O2. ആറിപ്പോരുത്, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് H2O2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് 141 ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. നെക്സ്റ്റ് 143 ഇൻട്രാ മസ്കുലാർ. IM എന്ന് പറയുന്നത് ഇൻട്രാ മസ്കുലാർ. അപ്പൊ ഇത്രയും അതിൽ നിന്ന് നോക്കാം. 124, 129, 130, 131, 141, 143. ക്ലിയർ അല്ലേ? ഓക്കെ, 124, 129, 130, 131, 141, 143. ഓക്കെ, എത്രയായി? 143 നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി ഉണ്ട്, കുറെ ഉണ്ട്. നെക്സ്റ്റ് കൂടി നമുക്ക് ആ ഒരു പേജ് കൂടി നോക്കാം. അതിൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറെ ഉണ്ടാവും. ഓക്കെ, വേഗം നോക്കിയോ കേട്ടോ. 5 മിനിറ്റ്. 144 IO ആണ്. ഇൻട്രാസോസിയസ്. IO. 145 IBPB. ഇതാണ് ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഈ മരുന്നുകള് അതുപോലെ തന്നെ ഫ്ലൂയിഡ്സ് ഒക്കെ നേരെ അസ്ഥിമജ്ജയിലേക്ക് കുത്തിവെക്കുന്ന ഒരിതാണ് കേട്ടോ അത്. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ഇൻട്രാസോസിയസ് എന്ന് പറഞ്ഞത്. ഇൻട്രാസോസിയസിന്റെ ഇത് പറഞ്ഞില്ലായിരുന്നു. ഇൻട്രാസോസിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് ദ്രാവകങ്ങള് അതുപോലെ തന്നെ രക്തോൽപ്പന്നങ്ങളൊക്കെ നേരിട്ട് അസ്ഥിമജ്ജയിലേക്ക് കുത്തിവെക്കുന്ന പ്രക്രിയയാണ് ഇൻട്രാസോസിയസ്. സെക്കൻഡ് നോക്കിയേ 145 ഏതാ? IPPB ആണ്. ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. റെസ്പിറേറ്ററി തെറാപ്പി ട്രീറ്റ്മെന്റ് ആണത്. നെക്സ്റ്റ് IUD എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്ടർലൈൻ ഡിവൈസ്. നെക്സ്റ്റ് IV എന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ്, ഞരമ്പുകളിലൂടെ കുത്തിവെക്കുന്ന ഇൻട്രാവീനസ്. IV ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന പോലെ നമ്മൾ കയറ്റുന്നത്, ഞരമ്പുകളിലൂടെ കൊടുക്കുന്നത് ഇൻട്രാവീനസ്. JVD ജംഗുലാർ വീനസ് ഡിസ്റ്റിങ്ഷൻ. ജംഗുലാർ വീനസ് ഡിസ്റ്റിങ്ഷൻ. നെക്സ്റ്റ്
പൊട്ടാസ്യം, അതൊക്കെ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. KCl എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡ്, Kg എന്ന് പറഞ്ഞാൽ കിലോഗ്രാം. നെക്സ്റ്റ് KUB എന്ന് പറഞ്ഞാൽ കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. KVO എന്ന് പറഞ്ഞാൽ കീപ്പ് വെയിൻ ഓപ്പൺ. L എന്ന് പറഞ്ഞാൽ ലിറ്റർ. LAC ലക്രിയേഷൻ, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കൊളോക്ടമി. ഓക്കെ, നെക്സ്റ്റ് IBS എന്ന് പറയുന്നത് പൗണ്ട്. IBS പൗണ്ട്. LE എന്ന് പറഞ്ഞാൽ ലോവർ എക്സ്ട്രിമിറ്റി അല്ലെങ്കിൽ ലെഫ്റ്റ് ഐ. ലൂപ്പസ് എറിത്രോമാറ്റോസിസ്. LE. നെക്സ്റ്റ് LLL എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലോവർ ലോ ഓഫ് ദ ലങ്സ്. ലെഫ്റ്റ് ലോവർ ലോ ഓഫ് ദ ലങ്സ്. LLQ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. LM എന്ന് പറഞ്ഞാൽ ലിറ്റേഴ്സ് പെർ മിനിറ്റ്. LMP എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. നമ്മള് എന്താ പറയാ, പ്രഗ്നന്റ് ഒക്കെ ആകുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും LMP എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മെൻസ്ട്രേഷൻ പീരീഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ് പറയുന്നത്, ഡെലിവറിയുടെ ഡേറ്റ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ ഷോർട്ടാണ് LMP, ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്. LOC ലെവൽ ഓഫ് കോൺഷ്യസ്, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. LPM എന്ന് പറഞ്ഞാൽ ലിറ്റർ പെർ മിനിറ്റ്. LPN ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സ്, ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നേഴ്സസ്. LR ലാക്ടേറ്റഡ് റിംഗേഴ്സ്. അപ്പൊ അതിനകത്ത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 145 പഠിക്കാം. IBPB എന്നുള്ള ഇന്റർമീഡിയറ്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ്. ഓക്കെ, നെക്സ്റ്റ് 147 പഠിക്കുക. IV ഇൻട്രാവീനസ്. IV ഇൻട്രാവീനസ്. നെക്സ്റ്റ് 150 പഠിക്കുക. KCl പൊട്ടാസ്യം ക്ലോറൈഡ്. നെക്സ്റ്റ് 152 KUB കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. കിഡ്നി, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ. നെക്സ്റ്റ് 161 അതും കൂടി പഠിച്ചാൽ മതി. അതില് 5 മതി. ലാസ്റ്റ് മെൻസുറൽ പീരീഡ്. ലാസ്റ്റ് മെൻസുറൽ പീരീഡ് ഒന്നുകൂടി പറയാം. 145, 147, 150, 152, 161. ഓക്കെ, ഇത്രയും ഇന്ന് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറയും ഒരുമിച്ച് പഠിക്കണം. അപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും 2 ദിവസം 2-3 ദിവസം ഉണ്ട്. ഫ്രൈഡേ ഉണ്ട്, സാറ്റർഡേ ഉണ്ട്, സൺഡേ ഉണ്ട്. ഈ 3 ദിവസം കൊണ്ട് ഇന്ന് ഇത്രയും പഠിച്ചതിൽ നമ്മൾ നോട്ട് ചെയ്ത എല്ലാവരും അടുത്ത ക്ലാസ്സിന് മുന്നേ ഈ അബ്രിവേറ്റഡ് ഫോം പഠിക്കണം. ഓക്കെ, എക്സാമിന് എന്തായാലും 1-2 എണ്ണം എഴുതാനുണ്ടാവും കേട്ടോ അബ്രിവേറ്റഡ് ഫോം. അപ്പൊ അത് ഈ സെലക്ട് ചെയ്ത് നമ്മൾ എഴുതി വെച്ചേക്കുന്ന, നോട്ട് ചെയ്തേക്കുന്ന എല്ലാവരും അടുത്ത ക്ലാസ്സിന് മുന്നേ എല്ലാവരും പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.